ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. പച്ചരിയും ചെറുപഴം വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എത്ര കഴിച്ചാലും മടുപ്പ് വരികയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് പച്ചരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണിത്. അതിന്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 3 മണിക്കൂർ നേരമെങ്കിലും കുതിർത്ത് വെച്ചിരിക്കണം. എത്രത്തോളം കുതിർത്ത് വെച്ചിരിക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ ഈ പലഹാരം കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു 3 ഏലക്കയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ്, അതിനു വേണ്ടിയാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചെറുപഴമാണ്. ഞാനിവിടെ പാളയംകോടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുപഴം ഏതായിരുന്നാലും കുഴപ്പമില്ല, എന്നാലും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു പഴത്തിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു 2 പഴത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പച്ചരി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു 2 പഴവും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലൊരു മധുരത്തിന്റെ പലഹാരം ആയതുകൊണ്ട് തന്നെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ പോരാതെ വരും. ആ ഒരു സമയത്ത് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ. അപ്പോൾ അതാ നല്ല ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. 1/2 കപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരുവം തെറ്റും, അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം ഞാൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എണ്ണയിലല്ലാതെ ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിൽ ചെയ്തിട്ട് എടുക്കാം. എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്, എങ്കിലേ എല്ലാം ഒരേ പരുവത്തിൽ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഭാഗം വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 സെക്കൻഡ് വേവിച്ചാൽ മതി. ഇപ്പോൾ ദാ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ ഞാനിവിടെ എല്ലാം ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. എല്ലാവർക്കും ഇഷ്ടാവും. പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും ആയതുകൊണ്ടാണ് ഇതാ ഈ കളറിൽ കിട്ടിയിട്ടുള്ളത്. ഇതാകുമ്പോൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാവരും കൗതുകത്തോടു കൂടി കഴിക്കും, നല്ല ടേസ്റ്റാണ്. ശർക്കരയിൽ ആവുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടില്ല. പിന്നെ എങ്ങനെ ചെയ്യണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.